ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗോതമ്പ് പൊടി കൊണ്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. നല്ല എരിയൊക്കെയുള്ള നല്ല ചൂട് ചായക്കൊപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ സ്നാക്ക്. ഇത് കാണാനൊക്കെ നല്ല ഭംഗിയായതുകൊണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാനൊക്കെ ഒന്ന് തോന്നും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് 1 കപ്പോളം ഉള്ള ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിനകത്തോട്ട് ഒരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂണോളം ഉള്ള ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ജീരകമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം ജീരകപ്പൊടി അല്ലാന്നുണ്ടെങ്കിൽ ഉണക്കമുളക് പൊടിച്ചതൊക്കെ ചേർത്ത് കൊടുക്കാം ഒരു ഫ്ലേവർ കിട്ടാൻ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഞാൻ ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ 2 ടീസ്പൂണോളം ഉള്ള വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് അതിന് പകരം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം, നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ ഒരു ഗോതമ്പിൻ്റെ ഈ ഒരു മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഞാൻ ഒന്നും കൂടി ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിന് ശേഷം ഞാൻ ഇതിനകത്തോട്ട് ചെറുതായിട്ട് ചൂടുള്ള വെള്ളമാണ് അത് വെച്ചിട്ട് നമ്മൾ ഈ ഗോതമ്പ് ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുന്ന കണക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ പാത്രത്തിൽ നിന്ന് മാറ്റി ഞാൻ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പ് ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം കൗണ്ടർ ടോപ്പിലിട്ടിട്ടാണ് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. നമ്മൾ എത്രത്തോളം ഈ മാവ് കുഴച്ചെടുക്കുന്നോ അത്രത്തോളം നമ്മുടെ ഈ ഒരു സ്നാക്ക് നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ 1 മിനിറ്റും കൂടെ എക്സ്ട്രാ സമയം എടുത്തൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് നല്ല പഞ്ഞി പോലെ ഇപ്പം തന്നെ വന്നിട്ടുണ്ട്. പക്ഷെ ഞാനിതൊരു അല്പസമയം ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഞാനിപ്പോൾ വിരലൊന്ന് തൊടുമ്പോഴത്തേക്കും കണ്ടോ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു മസാല തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 4 ഉരുളൻകിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു ഉരുളൻകിഴങ്ങ് മസാലയാണ്. നമ്മൾ സാധാരണ ഈ ചപ്പാത്തിക്കൊക്കെ ഒരു സൈഡ് കറി ഉണ്ടാക്കത്തില്ലേ, അതിൻ്റെ ഒരു മസാലക്കറിയാണ്. അപ്പോൾ ഞാൻ ഈ 4 പുഴുങ്ങിയിട്ടുള്ള ഉരുളൻകിഴങ്ങ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെന്തിനാണ് ഗ്രേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാം ഒരുപോലെ അങ്ങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗ്രേറ്റ് ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കൈകൊണ്ട് ഇതൊന്ന് ഉടയ്ക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരു മാഷറൊക്കെ വെച്ചിട്ട് ഉടയ്ക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ അത് കറക്റ്റായിട്ട് അവിടെ ഇവിടെയൊക്കെ ഒരുപോലെ ഇങ്ങനെ ചിലയിടത്തൊക്കെ ഇങ്ങനെ ഉടയാതെ എടുക്കുന്നുണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ 4 പൊട്ടറ്റോ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ ഈ 4 പൊട്ടറ്റും ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, നമുക്ക് ഒരുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഒരു 1.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് 1/2 ടീസ്പൂണോളമുള്ള കടുക്, അതുപോലെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക്. ഞാനിവിടെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 1 ടീസ്പൂണോളമുള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. നമ്മളിതിനകത്തോട്ട് വെളുത്തുള്ളി ചേർക്കുന്നില്ല, ഇഞ്ചി മാത്രമേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂണോ അല്ലെങ്കിൽ 1/4 ടീസ്പൂണോളം നല്ല ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. കാരണം ഉരുളൻകിഴങ്ങൊക്കെ ആയതുകൊണ്ട് ഗ്യാസിൻ്റെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജീരകം ചേർത്ത് കൊടുത്താലും മതി. പക്ഷെ ഞാൻ ഓൾറെഡി നമ്മൾ ആ ഒരു മാവിനകത്ത് ജീരകം ചേർത്തത് കൊണ്ട് ഞാനിവിടെ ചേർക്കുന്നില്ല. ഇനി ഇതിനകത്തോട്ട് ഞാൻ 1.5 സവോള ചെറുതായിട്ട് അരിഞ്ഞതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സവോള ഒന്ന് 1 മിനിറ്റോളം നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ സവോളയുടെ നിറക്കൊന്ന് മാറി തുടങ്ങുന്ന ഒരു സമയത്ത് ഇതിനകത്തോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. ആദ്യം 1/2 ടീസ്പൂണോളമുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണോളമുള്ള കാശ്മീരി ചില്ലി പൗഡർ അല്ലെങ്കിൽ സാധാരണ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണോളമുള്ള ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും മസാലപ്പൊടികളെ ഞാൻ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അല്പം കൂടെ കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ചാട്ട് മസാല ഇഷ്ടമുള്ള ആ ഒരു ഫ്ലേവർ, അതൊരു പുളി പോലത്തെ ഒരു ഫ്ലേവറാണ്. അപ്പോൾ അത് ഇഷ്ടമുള്ളവർക്കാണെന്നുണ്ടെങ്കിലും അതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത്രയും മസാലപ്പൊടികളെ ചേർക്കുന്നുള്ളൂ. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തോട്ടാണ് നമ്മൾ നേരത്തെ പുഴുങ്ങി ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളൻകിഴങ്ങൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ഇതുവരെ ഉപ്പ് ഇതിനകത്ത് ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ കറി ഇവിടെ റെഡിയാണ്, പൊട്ടറ്റോ കറി. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് ഇച്ചിരി കുറവായിരുന്നു. അപ്പോൾ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് അല്പം നാരങ്ങ നീരൊക്കെ ഇതിൻ്റെ മേലെ ഒഴിച്ച് കൊടുത്തുന്ന ഒരു ചെറിയ പുളിയൊക്കെ ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ. അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇനി ഇതിൻ്റെ മേലെ അല്പം മല്ലിയിലും കൂടെ ഞാനൊന്ന് വിതറി കൊടുക്കുന്നുണ്ട്. തികച്ചും ഓപ്ഷണലാണ്. കറിവേപ്പിലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് കറിവേപ്പിലാണെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്കിതൊന്ന് നന്നായി ഇളക്കിയതിന് ശേഷം ഒരു ബൗളിനകത്തോട്ടൊന്ന് മാറ്റി വയ്ക്കാം.
അപ്പോൾ ഇതാ ഞാൻ ഈ മാവ് എന്തായെന്നുള്ളത് നോക്കാം. കണ്ടോ, നമ്മുടെ മാവ് നന്നായിട്ട് തന്നെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. എങ്കിൽ പോലും ഞാനൊരു 30 സെക്കൻഡും കൂടെ ഇതൊന്ന് ഈ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് ഒന്ന് എന്താ പറയുക കുഴച്ചെടുക്കുന്നുണ്ട്. ഇതാ മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇതാ ഞാൻ ഈ മാവിൽ നിന്ന് ഞാനതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള വലിപ്പത്തിനനുസരിച്ചുള്ള നമ്മൾ മാവൊന്ന് എടുക്കുക. അതിനുശേഷം ഞാൻ ഈ കൗണ്ടർ ടോപ്പിൽ തന്നെയാണ് ഞാനിന്ന് പരത്തി കാണിക്കുന്നത് കേട്ടോ. അതാണ് എനിക്ക് ഇച്ചിരി കൂടെ എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം എൻ്റെ കയ്യിലുള്ള ഈ ഒരു ചപ്പാത്തി പരത്തുന്ന പലക വലിയതല്ല, വലിയ വട്ടമൊന്നുമില്ല, ചെറുതാണ്. അപ്പോൾ ഇതിന് ഈ ഒരു മാവ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് നല്ല നീളത്തിലും നല്ല വീതിയിലൊക്കെ പരത്തണം. അപ്പോൾ ഇതാ ഞാനിതൊന്ന് നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കുന്നത് പോലെ തന്നെ നന്നായിട്ട് കുറച്ചും കൂടെ വലിപ്പത്തിലും ഇച്ചിരി കൂടെ കനം കുറഞ്ഞിട്ട് വേണം നമ്മളിതൊന്ന് പരത്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് ഞാൻ പരത്തിയെടുത്ത് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാം അത്യാവശ്യം നല്ല നൈസാണ്, എന്നാൽ നല്ല വലിപ്പമുണ്ട് താനും. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് ഇതാ ഇതേപോലെ നമുക്ക് മാവ് ഒന്ന് നമ്മുടെ മസാല ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇതേപോലെ നമ്മൾ ഒരു മടക്ക് അത് നല്ല രീതിയിൽ പുറത്തൊന്നും പോവാതെ ഒരു മടക്കൊന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് വിരൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. കാരണം അത് സെക്യൂർ ആയിട്ടൊന്ന് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഞാൻ ഇതുപോലത്തെ ഒരു കത്തി, ഒരു പോയിൻറ്റഡ് ആയിട്ടുള്ള ഒരു കത്തി എടുക്കുക. കത്തി എടുത്തിട്ട് ഇതേപോലെ നമുക്കൊന്ന് വരഞ്ഞ് അങ്ങ് അറ്റം വരെ ഒന്ന് വരഞ്ഞു കൊടുക്കണം. അപ്പം ഞാനിങ്ങനെ വരയുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ അവിടെ അറ്റത്തൊന്നും അത് മുറിക്കാൻ പാടില്ല. നമ്മൾ അറ്റത്ത് മുറിച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇത് മുഴുവൻ അങ്ങ് പോവും. അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ ഞാനിപ്പോൾ ഇത് ചപ്പാത്തി പലകയിലോട്ട് കയറ്റി വെച്ചു കേട്ടോ. കാരണം അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിൽ മാർക്ക് വീഴുമെന്ന് ഓർത്തിട്ട്, അപ്പോഴാണ് ഞാൻ ഓർത്ത് മാർക്ക് വീഴുമല്ലോ എന്ന്. അപ്പോൾ ഇത് ഞാൻ ഇനി ഇതേപോലെ ഒരു കത്തി വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു പിസ്സ കട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ടോ നമുക്കിതുപോലെ ഒന്ന് നീളത്തിൽ അറ്റം മുട്ടാതെ നമുക്കൊന്ന് വരഞ്ഞെടുക്കാം. അപ്പോൾ അതാ ഞാൻ ഇത്രയും വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ ഇതൊന്ന് റോൾ ചെയ്ത് കൊടുക്കണം. മാക്സിമം ഇതിൻ്റെ അറ്റം എത്തണ വരെ തന്നെ റോൾ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മൾ വരഞ്ഞ ഭാഗങ്ങൾ കണ്ടോ, അതിൻ്റെ ഒരു പുറത്ത് ഇങ്ങനെ നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ വരഞ്ഞതിന് ശേഷം നമുക്ക് ആ മുട്ടുന്ന ഭാഗം ഇതേപോലെ വിരൽ വെച്ചിട്ട് അതും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അത് പെട്ടെന്ന് തന്നെ ഒട്ടി കിട്ടിക്കോളും നമുക്ക്. ഇനി അതിന് ശേഷം നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് നീളം വെപ്പിക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ നീളും. നമ്മുടെ മാവ് സോഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ശരിക്കും അത് നന്നായിട്ട് തന്നെ സ്ട്രെച്ചി ആയിട്ട് വരും. അപ്പോൾ ഞാനതൊന്ന് അങ്ങോട്ട് രണ്ട് സൈഡിലും വളരെ പതുക്കെ നമുക്ക് ആ ഒരു മാർക്കുകളൊന്നും ആ വരകളൊന്നും വിടിപ്പിക്കാതെ തന്നെ ഒന്ന് നീട്ടത്തിലൊന്ന് വലിച്ച് എടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഈ രണ്ടറ്റം ഒന്ന് മുട്ടിച്ച് വെക്കുക. അത്രയേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. നിങ്ങൾക്ക് മാവ് ഇത്ര വെക്കേണ്ട എന്നുണ്ടെങ്കിൽ ഇത്ര വെക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് കുറച്ച് മാവ് വെച്ചാൽ മതി. പിന്നെ ഈ ഒരു എക്സ്ട്രാ വരുന്ന പോർഷൻ നമുക്ക് ഒട്ടിക്കാൻ വേണ്ടി, അതായത് ഈ രണ്ടറ്റം ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പശ പോലെ, അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്, ഒരു ടേബിൾ സ്പൂണോളമുള്ള മൈദപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. മൈദപ്പൊടിയിൽ അത്യാവശ്യം വെള്ളം, അതിലേക്ക് ഒരു പേസ്റ്റ് കണക്കിന് ഉള്ള ഒരു വെള്ളം ഒഴിച്ച് നമുക്കിത് ഇതേപോലത്തെ ഒരു പേസ്റ്റ് ആക്കിയിട്ട് ഈ ഒരു പശയാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്കത് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. സാധാരണ വെള്ളത്തിൽ അതിരിക്കാൻ സാധ്യതയില്ല. സാധാരണ വെള്ളമൊക്കെ വെച്ചിട്ടാണ് നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അത് സാധ്യതയില്ലാത്തത് കൊണ്ട് ഞാൻ ഇതുപോലത്തെ ഒരു പേസ്റ്റ് ഉണ്ടാക്കിയിട്ടാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഈ രണ്ട് അറ്റം എക്സ്ട്രാ ചിലപ്പോൾ അതിങ്ങനെ എംറ്റി ആയിട്ട്, ഇപ്പം ഞാനിവിടെ ഞാൻ ഇങ്ങനെ പുരട്ടി കഴിഞ്ഞപ്പം എനിക്കത് അവിടെ എംറ്റി ആയിട്ട് തോന്നി. നമുക്കത് ഒട്ടും ഹോൾഡ് ചെയ്ത് നിൽക്കത്തില്ല, കാരണം അതിനകത്ത് മസാല ഇല്ലാത്തതുകൊണ്ട്. അങ്ങനെ വരുവാണെങ്കിൽ നമുക്കൊരു കത്തി വെച്ചിട്ട് നിങ്ങൾക്ക് ആ രണ്ടറ്റം ഒന്ന് മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒട്ടിച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ടിരിക്കും. അപ്പോൾ ഞാൻ അങ്ങനെ മുറിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടറ്റം ഒന്ന് മുറിച്ചതിന് ശേഷമാണ് എനിക്കത് പെർഫെക്റ്റ് ആയിട്ടൊന്ന് മുട്ടിച്ച് കറക്റ്റായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു എന്താ പറയുക, ഈ ഒരു നല്ല കാണാൻ ഭംഗിയുള്ള നല്ല സ്പൈറൽ പോലെയുള്ള നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇനി നമുക്കിതെങ്ങനെ എണ്ണയിലൊന്ന് പൊരിച്ചെടുക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ നമുക്ക് ആദ്യം ഹൈ ഫ്ലെയിമിൽ തന്നെ നന്നായിട്ടൊന്ന് ചൂടാക്കണം. ചൂടാക്കിയതിന് ശേഷം നമുക്കിതൊരു മീഡിയം ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് വേണം നമുക്ക് ഈ ഒരു മാവിട്ട് കൊടുക്കാനായിട്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ടൊന്ന് വറുത്ത് കോരാം.
അപ്പോൾ ഇതാ ഇവിടെ നിറക്കെ മാറി വന്നിട്ടുണ്ട്, ഉള്ളൊക്കെ നന്നായി വെന്തിട്ടുമുണ്ട്. അപ്പോൾ അത് ഞാനതൊന്ന് വറുത്ത് കോരുന്നുണ്ട്. അപ്പോൾ വറുത്ത് കോരുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്, നമ്മൾ ഒത്തിരി ഹൈ ഫ്ലെയിമിലിട്ട് വറുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ പുറം മാത്രം നല്ല ഭംഗിയിൽ കളറിലൊക്കെ വരും, അകം വെന്ത് കാണത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിതൊന്ന് വറുത്ത് കോരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ കാണാൻ നല്ല ഭംഗിയുള്ള നല്ല സൂപ്പറായിട്ടുള്ള ഒരു നമുക്ക് എന്താ പറയുക ഒരു ചായക്കടി ഇവിടെ റെഡിയാണ്. പുറമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടും അകം നല്ല സോഫ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ അതിൻ്റെ മസാലയുടെ ടേസ്റ്റും ഒക്കെ നല്ല സൂപ്പറാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ സ്നാക്ക് തന്നെയാണ്. പിന്നെ ഞാനിത് മുട്ട വെച്ചിട്ടും ചെയ്യാറുണ്ട്. ഇതിൻ്റെ ഫില്ലിങ് നമുക്ക് മുട്ടയുടെ ഒരു മസാലയൊക്കെ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അന്നേരം പക്ഷേ മുട്ട നമ്മൾ ഗ്രേറ്റ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ ഞാൻ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് മുറിച്ച് കാണിക്കാം. അപ്പോൾ ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ടൊമാറ്റോ സോസൊക്കെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.